ഹായ് മക്കളെ, അനുമോദ് സാറാണ്. അപ്പോൾ നമ്മുടെ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യായിരിക്കും എല്ലാവരും. അപ്പോൾ നാളത്തെ എക്സാമിന് ചോദിക്കാൻ ഏറെ ചാൻസ് ഉള്ള നമ്മുടെ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ്, അതായത് ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ഏകദേശം 50 മാർക്കിൻ്റെ മുകളിൽ 52+ മാർക്ക് എന്തായാലും കിട്ടും. സോ ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ വായിച്ചു തരും, എങ്ങനെയാണ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു പെട്ടെന്ന് എഴുതിയെടുത്തുള്ള ചെറിയ സമയം, കുറേ ക്വസ്റ്റ്യൻസ്, കുറേ മാർക്ക്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഫ്രീഡം ഓഫർ ഈ ഒരു ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ പ്രീമിയം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാത്ത മക്കൾ എത്രയും പെട്ടെന്ന് നമ്മുടെ പ്രീമിയം ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളാം. നിങ്ങളെ കാത്തിരിക്കുന്ന സ്വർണ്ണാവസരങ്ങളാണ്. കാരണം ഈ കൊല്ലം മുഴുവൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ 399 ആയിരുന്നു നമ്മുടെ പ്രീമിയം ബാച്ചിൻ്റെ ഇത്. അപ്പോൾ 20% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഒന്നും നോക്കണ്ട, പെട്ടെന്ന് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. സോ അധികം ലേറ്റ് ആകുന്നില്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് പറയുന്നു. അപ്പോൾ മക്കളെ ശ്രദ്ധിച്ചോളുക. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മക്കളെ നമ്മുടെ 9th ഓണം എക്സാം 2026 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ദ സം ഓഫ് 2 numbers is 26 and difference is 4. 2 സംഖ്യകളുടെ തുകയും കിട്ടി, വ്യത്യാസം കിട്ടി. അപ്പോൾ സംഖ്യകൾ ചോദിച്ചാൽ വലിയ സംഖ്യയാണ് നിങ്ങൾ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുക. 26 4 കൂട്ടിയാൽ 30, 30ൻ്റെ പകുതി 15. ചെറിയ സംഖ്യയാണ് കുറയ്ക്കുക, പകുതിയാക്കുക 11. സിമ്പിളാണ്, 2 മാർക്ക്. ചിലപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ അകത്ത് 2 മാർക്കിനായിട്ടും ചോദ്യം വരാം, പഠിച്ചോളാം. നെക്സ്റ്റ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉറപ്പാണ്, 100% ഉറപ്പുള്ള ക്വസ്റ്റ്യൻ. 9th ഓണം എക്സാം 2026 ക്വസ്റ്റ്യൻ പേപ്പറിൽ മക്കളെ ഉറപ്പിച്ചോ. ഇങ്ങനെ രണ്ട് സാധനങ്ങളുടെ വില തന്നിട്ട് ഓരോന്നിൻ്റെയും വില കണ്ടുപിടിക്കാനുള്ളൊരു ചോദ്യം ഉറപ്പാണ്. ഓക്കെ, 4 പേനയ്ക്ക് 3 പെൻസിലും കൂടി 66, അതേപോലെ തന്നെ 7 പേനയ്ക്ക് 3 പെൻസിലും കൂടി 111. 3 മാർക്കിൻ്റെ ചോദ്യത്തിൻ്റെ സെക്ഷനിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ചോദ്യം കാണാൻ പറ്റും. ഒന്നുമില്ല, 2 ഇക്വേഷൻ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അതിൽ സെയിം ആക്കി വന്നിട്ട് എന്ത് ചെയ്താൽ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 3y സെയിം ആണ്. അപ്പോൾ 4x 7x എന്ന് 4x കുറച്ചാൽ 3x കിട്ടും. സോ 111 66 കുറച്ചാൽ 45 കിട്ടും. അപ്പോൾ 3xൻ്റെ വില 45 ആണെങ്കിൽ എക്സിൻ്റെ വില 45/3 15 കിട്ടും. ഇനി ആ എക്സിൻ്റെ വില y കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? വൈയുടെ വില 2 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 100%. എടാ 4 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ 9th ഓണം എക്സാം 2026 ക്വസ്റ്റ്യൻ പേപ്പറിൽ എൻ്റെ മക്കളെ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം എന്തായാലും കാണാം. ഓക്കെ, അതായത് 2 സംഖ്യ, ഒരു 2 ഡിജിറ്റ് നമ്പർ, അതായത് ഒരു 2 അക്ക സംഖ്യയിലെ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ 11 ആണ്. ഓക്കെ, ആ സംഖ്യകൾ തിരിച്ചിട്ട സംഖ്യ ഇതിനേക്കാൾ 27 കൂടുതലാണ്. സോ നമ്മൾ ആ സംഖ്യയെ മാറ്റുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക. 10x + y എന്നാണ് നമ്മൾ എപ്പോഴും എന്തിനെ എഴുതുക? ഒരു 2 ഡിജിറ്റ് നമ്പർ, ഒരു 2 അക്ക സംഖ്യനെ എഴുതേണ്ടത് അങ്ങനെയാണ്. സോ 10x + y + 27 is equal to 10y + x. So 10x - x + y - 10y is equal to -27. 9x - 9y -27 കിട്ടിയാൽ xy എന്ന് പറയുന്ന മറ്റൊരു ഇക്വേഷൻ ഇവിടെ ഫോം ചെയ്യും. ദാറ്റ് ഈസ് -3. 2 ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ x 4 y 7. സോ സംഖ്യ 47. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 47 7 4 കൂട്ടിയാൽ 11. തിരിച്ചിട്ട സംഖ്യ 74. 47നേക്കാൾ 27 കൂടുതലാണ് 74. സോ സിമ്പിൾ, 5 മാർക്ക് 4 മാർക്ക്. ഇതിങ്ങനെ തന്നെ എഴുതി പഠിച്ചാൽ മതി കേട്ടോ. അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ, സംഖ്യകൾ ചിലപ്പോൾ മാറും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഒരു 5 മാർക്കിൻ്റെ ചോദ്യം ഉറപ്പാണടാ. നിങ്ങളെ ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇഫ് 1 added to the numerator of a fraction and simplify, we get 1/2. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/2 കിട്ടി. ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/3 കിട്ടി. സംഖ്യ ഇത്. സോ x + 1y y is equal to 1/2. x/y + 1 is equal to 1/3. ഈ ഫോമിലുള്ള ഒരു സാധനം ഫോം ചെയ്യും. സോ എൻ്റെ മക്കൾ നിർബന്ധമായിട്ട് ഇത് പഠിക്കണം, എഴുതി പഠിച്ചോളുക. ഉറപ്പാണ് നാളത്തെ ഓണം എക്സാം 2026 9th ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിന് റെസിപ്രോക്കൽ വരുന്ന ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5 years ago the age of Manu was 3 times the age of Anu. After 10 years ഏജിൻ്റെ പ്രോബ്ലം ഉറപ്പാണ്. എത്ര മാർക്ക്? 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. കാരണം ഏകദേശം 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിൽ നിന്ന് വരുന്നുണ്ട് മക്കളെ? 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ ആണ് നമ്മുടെ ഏത് ഫസ്റ്റ് ചാപ്റ്റർ, പേയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്ന സമവാക്യ ജോഡികൾ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് നിന്ന് ഏകദേശം 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 5 വർഷം മുൻപ് അനുവിൻ്റെ വയസ്സിനേക്കാൾ 3 മടങ്ങാണ്. 10 വർഷം കഴിഞ്ഞപ്പോൾ അത് 2 മടങ്ങ്. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ പ്രായം കണക്കാക്കണം. ഓക്കെ, അപ്പോൾ നമ്മളൊന്നുമില്ല, ഒരാൾ x മറ്റേ ആൾ y. 5 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ x - y. അപ്പോൾ അതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ 3 × y - y. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി.
അതേപോലെ രണ്ടാമത്തെ കേസ് 10 വർഷം കഴിയുമ്പോഴുള്ള കേസ് നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ ആക്കി എടുക്കുക. അപ്പോൾ 2 ഇക്വേഷൻ കിട്ടും. ഈ 2 ഇക്വേഷൻ എൻ്റെ മക്കൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നാളത്തെ പരീക്ഷയ്ക്ക്, അതായത് 9th ഓണം എക്സാം 2026 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണുന്നൊരു ചോദ്യമായി നിങ്ങൾക്ക് 5 മാർക്കായി. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ട് എവിടെ നിന്ന് പഠിക്കേണ്ടത്. നമുക്ക് ഏത് ചാപ്റ്ററിൽ നിന്ന് പഠിക്കണം മക്കളെ? ഏത് ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കി. 5 5 10 10 14 14 3 17 1 18, ഏകദേശം 18 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 20 മാർക്ക് മക്കൾ കണക്കാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ. ഈ ഒരു ചിത്രം മക്കളെ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കും. ഈ ഒരു ചിത്രം കാണാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ ഓണം എക്സാമിന് വന്നിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ത്, നാളത്തെ 9th ഓണം എക്സാം 2026 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്തരത്തിലുള്ള ചിത്രം വെച്ചുള്ള ചോദ്യം എൻ്റെ മക്കൾക്ക് കാണാൻ പറ്റും. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ 1 1 ആണെങ്കിൽ ഇത് √2 ആയിരിക്കും. അങ്ങനെ എഴുതിയാൽ മതി. √2 1 വന്നാൽ √3 ആയിരിക്കും. ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് √3 ആണെങ്കിൽ അതിൻ്റെ ഏരിയ 3. അപ്പോൾ 2 ചിത്രം വന്നാൽ സ്ക്വയറിൻ്റെ അത് 3, 3 ചിത്രം വന്നാൽ 4, 4 ത്രികോണം വന്നാൽ മട്ടത്രികോണം വന്നു കഴിഞ്ഞാൽ 5. ആ ഫോമിൽ വരും. അപ്പോൾ 1 1 √2 √3 √4 √5. സോ ദിസ് ഈസ് 5. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ്, അതത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞാൽ ചിലപ്പോൾ 3 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ചോദിക്കാം. ഇനി ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ. ഉറപ്പാണ് 100 അല്ല, നമുക്ക് 1000% പറയാം. 1000% പറയാം. ചോദ്യം എന്തായാലും വരും. അതായത് 9th ഓണം എക്സാം 2026 ക്വസ്റ്റ്യൻ പേപ്പറിൽ എൻ്റെ മക്കള് 4 മാർക്കിനോ അല്ലെ 3 മാർക്കിനോ ഈ ഒരു ചോദ്യം കാണാം. റേഷ്യോ വരെ നിങ്ങൾ നോക്കി വെച്ചോ. 3:4:5. 11 സെൻറ്റിമീറ്ററിലേന 3 4 5 4 9 3 12, ചിലപ്പോൾ 2:3:4 ചോദിക്കാം. ആദ്യം 11 സെൻറ്റിമീറ്റർ ഒരു വര വരയ്ക്കുക. എന്നിട്ട് ഈ റേഷ്യോ നമുക്ക് കൂട്ടുക. 3 4 5 5 4 9 3 12 വരയ്ക്കുക. കട്ട് ചെയ്യുക. എങ്ങനെ? പാരലായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് 2 അളവുകൾ എടുക്കുക. ഒരാർക്കിടുക. ഈ അളവെടുക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആർക്കിടുക. ജോയിൻ ചെയ്യുക. ട്രയാങ്കിൾ. നെക്സ്റ്റ്, അത് തന്നെ ചിലപ്പോൾ അത് ചോദിച്ചില്ലെങ്കിൽ മക്കളെ നമ്മളെ ചോദിക്കുന്ന ആരായിരിക്കും എന്ന് പറഞ്ഞാൽ സമഭുജ ത്രികോണമാണ്. ഈക്വലായിട്ടുള്ള ട്രയാങ്കിൾ ആയിരിക്കും. ഉറപ്പാണ്. സെയിം മെത്തേഡ് 11 ആണെങ്കിൽ മക്കൾ വരയ്ക്കേണ്ട 12 ആണെങ്കിൽ കട്ട് ചെയ്യുക. 4 4 4 ഈക്വലി കട്ട് ചെയ്യണം. ഈക്വലി കട്ട് ചെയ്താൽ മാത്രമേ അതെന്തായിട്ട് മാറൂ, ഒരു സമഭുജ ത്രികോണമായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു അളവ് നേരത്തെ തൊട്ട് തന്നെ ഈ അളവ് 2 അളവ് എടുക്കുക. ജോയിൻ ചെയ്യുക. രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് റെക്റ്റാങ്കിളിൻ്റെ ക്വസ്റ്റ്യൻ. ഉറപ്പിച്ച മക്കൾ 4 മാർക്കിന് ചോദ്യം വരും. ലാസ്റ്റ് സെക്ഷനിൽ, നമ്മുടെ സെക്ഷൻ ലാസ്റ്റിലേക്ക് വരുമ്പോഴേക്ക് ഈ ഒരു ചോദ്യം മക്കൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ അംശബന്ധം 3:4. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പെരിമീറ്റർ ചുറ്റളവ് ചോദിച്ചതിൻ്റെ പകുതിയായിരുന്നു എടുത്തത്. പക്ഷേ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ പകുതി എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യരുത്, സോറി, നേരത്തെ നമ്മൾ എന്ത് ചെയ്തു, ഫുള്ളായിട്ടില്ല എടുത്ത് 11 പറഞ്ഞപ്പോൾ 11 തന്നെ വരച്ചു. ഇവിടെ എത്രയാണോ ചോദിക്കുന്നത്, ചതുരത്തിൻ്റെയും സമചതുരത്തിൻ്റെയും കേസ് വരികയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം, അതിൻ്റെ പകുതി എടുക്കണം. അപ്പോൾ ഇവിടെ 15 ആണെങ്കിൽ മക്കളെ ഞാൻ വരയ്ക്കേണ്ടത് 7.5. മോള് വരയ്ക്കേണ്ടത് നിങ്ങൾക്ക് 8 വരയ്ക്കാം. 8നെ വരച്ചിട്ട്, അല്ലെങ്കിൽ 8 അല്ല കേട്ടോ, ഇവിടെ റേഷ്യോ അല്ലേ, റേഷ്യോ ആണെങ്കിൽ 3:4 കൂട്ടുക 7. അപ്പോൾ 3 4 വെച്ച് വരയ്ക്കുക. ഇനി അഥവാ സമചതുരമാണെങ്കിലാണ് ഞാൻ പറഞ്ഞത് എന്ത്, നിങ്ങൾക്ക് അതിൻ്റെ അടുത്തുള്ള ഒരു കംപ്ലീറ്റ് കിട്ടുന്നൊരു നമ്പർ, അതായത് 8 ഒക്കെ വരച്ചാൽ മതി. അപ്പോൾ അത് കിട്ടും. നെക്സ്റ്റ്, ഇതൊരു പ്രൂഫാണ്. പ്രൂഫ് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മുടെ ഈ പാരലൽ ലൈൻസ് 3ാമത്തെ ചാപ്റ്ററിന് അറൗണ്ട് 22 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരും. 22 മാർക്കിൻ്റെ മേലെ വരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരാം. ഒരു ട്രപ്പീസിയം തന്നിട്ട് ആ ട്രപ്പീസിയത്തിൻ്റെ ഡയഗണല കട്ട് ചെയ്യുന്നത് ഈക്വലി ആയിട്ടാണ് എന്നുള്ളത്, സെയിം റേഷ്യോയിലാണ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് സംഭവം. ഒന്നുമില്ല, ഇവിടെ ഇപ്പോൾ ABCD ഇതിന് ഞാനൊരു PQ കൊടുക്കുന്നു. ഇപ്പം ഞാൻ വരച്ചിരിക്കുന്ന 3 വരകളും പാരലൽ ലൈൻസാണ്. 3 വരകളും പാരലൽ ലൈൻസാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, AB പാരലൽ ടു CD പാരലൽ ടു PQ. അപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, 3ഓ അതിലധികമോ സമാന്തര വരകൾ ഏത് വരെയും തുല്യ അംശബന്ധത്തിൽ ഭാഗിക്കും. അപ്പോൾ ഇതിനെ കട്ട് ചെയ്യുന്ന അതേ റേഷ്യോയിലാണ് ഇതിനെയും കട്ട് ചെയ്യുക, ഇതിനെയും കട്ട് ചെയ്യുക. സിമ്പിൾ. ആ വേർഡ്സ് അങ്ങ് എഴുതി വെച്ചാൽ മതി. നിങ്ങൾ ഈ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയ ഫുൾ മാർക്കാണ്. എത്ര മാർക്കാണെന്ന് അറിയാം മക്കളെ? 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എഴുതിയാൽ മതി. 3ഓ അതിലധികമോ സമാന്തര വരകൾ ഏതുവരെയും തുല്യമായി ഭാഗിക്കും. ഓക്കെ, തുല്യ അംശബന്ധത്തിൽ ഭാഗിക്കും. അങ്ങനെ എഴുതിയാൽ മതി. സെയിം റേഷ്യോ, കട്ട് 3 or more parallel lines, കട്ട് എനി ലൈൻ ഇൻ ദ സെയിം റേഷ്യോ. 4 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഇതിൻ്റെ അകത്ത് തന്നെ വരുന്ന മറ്റൊരു ചോദ്യമാണ്. അത് ഞാൻ ആ പറഞ്ഞ സാധനം ഏതാണ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ത്രികോണത്തിൻ്റെ ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റ് 2 വശങ്ങളെ ഭാഗിക്കുന്നത് ഒരേ അംശബന്ധത്തിലാണ്. ഇവിടെ തന്നിട്ടുള്ളത് ഈ വശം 4ഉം ഈ വശം 2ഉം തന്നിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുന്ന റേഷ്യോ 2:4, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. 1:2. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മൊത്തം 9 ആണ്.
അങ്ങനെയാണെങ്കിൽ ഓരോന്നും എത്രയാണ് വരിക? ഒന്ന് 3 ആയിരിക്കും, മറ്റൊന്ന് 6 ആയിരിക്കും. അപ്പോൾ 3, 6. സിമ്പിൾ പ്രോബ്ലം. പക്ഷേ എത്ര മാർക്ക് ഉണ്ടെന്ന് അറിയാം മക്കളെ? ഇതിന് 3 മാർക്കുണ്ട്. 3 മാർക്കുണ്ട്. പഠിച്ചോളൂ, അടിപൊളിയായിട്ട് പഠിച്ചോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റിൻ്റെ ക്വസ്റ്റ്യൻ. ഇത് ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുള്ള പ്രൂഫാണ്. ഇപ്രാവശ്യത്തെ എക്സാമിന് ചോദിക്കാൻ ഏറെ ചാൻസ്. 9th ഓണം എക്സാം 2026 ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിന് ഇതാ ഈ ഒരു പ്രൂഫ്, ഈ ഒരു ചിത്രം എൻ്റെ മക്കൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ അതേ പ്രൂഫാണ്. കാരണം ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും സിയിലേക്കും എയിലേക്കും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുള്ളതാണ്, കൃത്യമായിട്ട് പഠിക്കണം. ഇനി ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടും? കൃത്യമായിട്ട് എവിടെ നിന്ന് പറഞ്ഞു തരും? ഇന്ന് രാത്രി കൃത്യം 7:30 അനുമോദ് സാറിൻ്റെ ലൈവ് ഉണ്ട്. ഏത് ലൈവ്? പ്രഡിക്ഷൻ ലൈവാണ്. നമ്മൾ അധികം ചോദ്യങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു 35ഓളം ക്വസ്റ്റ്യൻസ് മാത്രം ഞങ്ങൾ പറയും. ആ 35 ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് നാളെ നിങ്ങൾക്ക് കാണാൻ പോകുന്ന 26 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ഇത്രയും കോൺഫിഡൻസ് ആണ്. ഇതാ ഈ ഒരു ചിത്രം മക്കൾ ഇതാ ഓർത്ത് വെച്ചോളാം. ഇതാ ഇങ്ങനെയുള്ളൊരു ചിത്രമുണ്ട്. ഇങ്ങനെ പാരലോഗ്രാം തന്നിട്ട് ഇങ്ങനൊരു ചിത്രമുണ്ട്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ അളവുകൾ തന്നിട്ടുണ്ട്. ഇത് A ആണ്, ഇത് B ആണ്, ഇത് C, ഇത് D, PQR. ഓക്കെ, പ്രൂവ് ചെയ്യേണ്ട എന്താണ്? AP/PB ഈസ് ഈക്വൽ ടു AR/RD. ഉറപ്പിച്ച മക്കളെ, നാളത്തെ 9th ഓണം എക്സാം 2026 ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 മാർക്കിന് ചോദിക്കുന്ന പ്രൂഫാണിത്. പഠിച്ചോളാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചോളാം മക്കള്. പ്രൂവ് ദാറ്റ് ദ കോർഡിലേറ്റർ ഫോംഡ് ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് എനി കോർഡിലേറ്റർ ഈസ് എ പാരലോഗ്രാം. അതായത് ഏത് ചതുർഭുജത്തിൻ്റെയും വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ഇത് എന്തായിരിക്കണം? സാമാന്തരികമാണ് എന്നുള്ളതാണ്. ഞാനിതാ ഇങ്ങനെ എന്ത് വരച്ചു? കോർഡിലേറ്റർ വരച്ചു. കോർഡിലേറ്റർ ഏതായാലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് അതിൻ്റെ മിഡ് പോയിന്റ്സ്, 4ൻ്റെ മിഡ് പോയിന്റ്സ് എന്ത് ചെയ്യുന്നു? നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഇതെന്താണ് തെളിയിക്കണം? പാരലോഗ്രാം. ഇങ്ങനെ ചിത്രം ആദ്യം വരച്ചു വെക്കുക. ചിത്രം വരച്ചിട്ട് മക്കൾ എന്ത് ചെയ്താൽ മതിയെന്നറിയോ? ഇതിൻ്റെ ഒരു ഡയഗണൽ വരയ്ക്കുക. ഒരു ഡയഗണൽ വരച്ചു കഴിഞ്ഞാലടാ നിങ്ങൾക്കിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇതാ ഇങ്ങനെ ABCD 2 ട്രയാങ്കിൾ കിട്ടും. ABC എന്നും ADC എന്നും പറയുന്ന 2 ട്രയാങ്കിൾ കിട്ടും. ഈ 2 ട്രയാങ്കിളിൻ്റെയും പ്രത്യേകത നോക്കടാ. ഇത് മിഡ് പോയിന്റ് ആണ്, ഇത് മിഡ് പോയിന്റ് ആണ്. സോ ഈ 2 വരകൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയായിരിക്കും, ഹാഫ് ആയിരിക്കും. അങ്ങനെ തന്നെ ഇപ്പുറം നോക്കുമ്പോൾ ഈ വരയും എന്താണ്? പകുതിയാണ്, ഹാഫാണ്. സോ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ, ദെർഫോർ ഇറ്റ് ഈസ് എ പാരലോഗ്രാം. ഉറപ്പിച്ചോ ചോദ്യം വരും. ഓക്കെ, നെക്സ്റ്റ് ഇത് ഏത് ചാപ്റ്ററാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ, അതായത് നമ്മളെ ന്യൂ നമ്പേഴ്സായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ചോദ്യം വരാം, പുതിയ സംഖ്യകൾ. അങ്ങനെ വരുന്നൊരു ചിത്രമാണിത്. ഇത് 27 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡ് വരെ എത്രയായിരിക്കും? √27 ആയിരിക്കും. എത്ര വരിക? √27. ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ എടുത്തവരുണ്ടെങ്കിൽ, ഓക്കെ, ആ ചാപ്റ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ മക്കളെ 100% ആ ചോദ്യം വന്നിരിക്കും. പഠിച്ചോളൂ കേട്ടോ. ഇത് √12 ആണ്. സോ √27 എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ മാറ്റിയിട്ട് എന്ത് ചെയ്താം? 9 × 3 3√3 എന്ന് കിട്ടും. √12 നമുക്ക് 2√3 എന്ന് എഴുതാം. ഓക്കെ, 2√3 അല്ലേ? അതായത് 4 × 3 2√3. അപ്പോൾ 2 സൈഡ് കിട്ടി. ആ രീതിക്ക് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ്റെ അകത്ത് ചോദ്യം വരികയാണെങ്കിൽ ഈ ചോദ്യമില്ലാത്ത ചോദ്യ പേപ്പർ ഉണ്ടായിട്ടില്ല. സോ മക്കളെ ഉറപ്പിച്ചോ, 9th ഓണം എക്സാം 2026 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറെ ചാൻസ് ഉള്ള 5 മാർക്കിൻ്റെ ചോദ്യം. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് മക്കൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്ന് എന്തായി? ക്വസ്റ്റ്യൻ പേപ്പർ ഉറപ്പാണ്, ചോദ്യം നിർബന്ധമായിട്ട് വരും. ഇനി നിങ്ങൾ ഇതിൻ്റെ കൂടെ പഠിക്കേണ്ട ഒരു സാധനമുണ്ട്. നമ്മുടെ ഈ സാധനമുണ്ട് x+y × u+v. ഇത് വരുന്നൊരു ചോദ്യം കൂടി മക്കൾ പ്രതീക്ഷിച്ചോ. 4 മാർക്കിന് എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഒറ്റ കാര്യം നിങ്ങൾക്കിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സാധനം കിട്ടണം അല്ലേ? ഓരോന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കിട്ടണം. അതിന് എൻ്റെ മക്കൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, MS സൊല്യൂഷൻ്റെ 9th യൂട്യൂബ് ചാനലിലേക്ക് ആദ്യം ജോയിൻ ചെയ്യാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ബെൽ ബട്ടണൊക്കെ അമർത്തി വെച്ചോളുക. ഇന്ന് കൃത്യം 7:30 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. കൃത്യം 7:30 നമ്മുടെ ലൈവിൽ എത്തിക്കൊള്ളുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു പോകാം. നാളത്തെ എക്സാം നമുക്ക് സൂപ്പർ ആക്കാം. ഓക്കെ, സോ മക്കളെ താങ്ക് യു. നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊള്ളുക. ഇത് കംപ്ലീറ്റ് പ്രഡിക്ഷൻ ആണ്. 52+ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും.